ദേവികയെ കല്യാണം വരെ കഴിക്കാൻ ആഗ്രഹിച്ച ഒരാൾക്ക് അവൾക്ക് സംഭവിച്ച അബോർഷനെ കുറിച്ച് അറിയേണ്ടതല്ലേ? അബോർഷൻ അതവൾ ആരോടും പറയണ്ടെന്ന് തീരുമാനിച്ചതാ. അതാ പെട്ടെന്ന് ചോദിച്ചപ്പോ ഓർമ്മ വരാതിരുന്നത്. പിന്നെ ഇതൊന്നും അവൾക്കത്ര പ്രശ്നമൊന്നുമല്ല. പിന്നെ ഇപ്പൊ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് ഇതൊക്കെ ആളുകൾ അറിയുമ്പോ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും. അതിനുവേണ്ടി തന്നെയാണ്. അവള് നല്ല നടിയാണ്, ക്യാമറയ്ക്ക് മുന്നിലും ജീവിതത്തിലും. അതെ, അവൾ ഈ ഡ്രാമ ഇനിയും തുടരും. ഇനിയും പല കഥകളും ഉണ്ടാക്കും. ഇതൊന്നും അവള് ചെയ്യുന്നതല്ലല്ലോ. അവള് കഴിക്കുന്നതും നടക്കുന്നതും ജീവിക്കുന്നതും ഫുള്ള് ഡ്രഗ്സിന്റെ പുറത്താ. പിന്നെ നേരത്തെ അവള് പറഞ്ഞ മീറ്റു, അതും പിന്നെ ഞങ്ങൾക്കിടയിലെ സെക്സ്, അതും. ഇതൊക്കെ ബ്ലഡ് റിപ്പോർട്ടിലുണ്ടല്ലോ. ഈ പറഞ്ഞ ബ്ലഡ് റിപ്പോർട്ടിൽ സഡേഷന്റെ കണ്ടന്റ് കൂടിയുണ്ട്. അവളുടേതൊരു ഫ്രീ ലൈഫ് സ്റ്റൈലാണ്. അവള് പലതും സ്വഭാവത്തിലല്ല ചെയ്യുന്നത്. ഇപ്പോ ഡ്രഗ്സിന്റെ ഒപ്പം അവള് വേറെന്തൊക്കെ കഴിച്ചെന്ന് ആർക്കറിയാം? എത്രയൊക്കെ ഒരു പെൺകുട്ടി ഫ്രീ ആയിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാലും ഇനി അഥവാ പെരുമാറിയാൽ തന്നെ നരേഷേ, അതൊക്കെ റേപ്പ് ചെയ്യാനുള്ള ലൈസൻസ് ആണ്. അപ്പോ റേപ്പ് അല്ലാത്ത ഒന്നിനെ റേപ്പ് ആക്കാം അല്ലേ?